താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി കണ്ണുകളാൽ കൽവുകളിൽ കല്ലെറിയുന്നോളെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ അന്നൊരു നാളമ്പിളിമാൻ വമ്പനായി വന്നു അന്നൊരു നാളമ്പിളിമാൻ വമ്പനായി വന്നു വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു കണ്ണുകളാൽ കൽവുകളിൽ കല്ലെറിയുന്നോളെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ റാണി
1 അന്താരാഷ്ട്ര ചാന്ദ്രദിനം. ഇതേ ദിവസം അന്ന് 1969 ജൂലൈ 21 ചരിത്രത്തിൽ അതുവരെ സംഭവിക്കാത്ത ഒരു അത്ഭുതമാണ് നടന്നത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി. അതിനവരെ സഹായിച്ചത് അപ്പോളോ 11 എന്ന ബഹിരാകാശ പേടകമാണ്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്നും പുറപ്പെട്ട ഈ പേടകം ജൂലൈ 21 ചന്ദ്രനിൽ പതിക്കുകയും ആദ്യം നീൽ ആംസ്ട്രോങ്ങും പിന്നീട് എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിൽ കാലുകുത്തുകയും ചെയ്തു. ഈ നിമിഷങ്ങളൊക്കെ തന്നെ ലോകം കണ്ണുനട്ടും അത്ഭുതത്തോടെയും ആവേശത്തോടെയുമാണ് നോക്കിക്കണ്ടത്. ചന്ദ്രനെ പറ്റി പറയുകയാണെങ്കിൽ അമ്പിളിമാമൻ്റെ പാട്ടുകൾ പാടിയും അമ്പിളിമാമനെ കണ്ട് ചോറുണ്ടും വളരാത്ത കുട്ടികൾ കുറവായിരിക്കും. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് എന്ന ONV കുറിപ്പിൻ്റെ ഈ വരികൾ പാടാത്ത മലയാളികളുണ്ടോ? ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയിൽ നിന്നും 3,84,404 കിലോമീറ്ററാണ് ചന്ദ്രനിലേക്കുള്ള ദൂരം. ചന്ദ്രപ്രകാശം ഭൂമിയിൽ പതിക്കാനെടുക്കുന്ന സമയം 1.3 സെക്കൻഡ്സ് ആണ്. സൂര്യതാപത്തിൽ നിന്നും നമുക്ക് നേരിയ ആശ്വാസം നൽകുന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ ഭൂമിയുമായി അടുക്കുന്ന ദിവസം സൂപ്പർ മൂണെന്നും ചന്ദ്രനെ കാണാനാകാത്ത ദിവസം അമാവാസി എന്നും വിളിക്കപ്പെടുന്നു. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയത് അമേരിക്കയാണ്. എന്നാൽ ചന്ദ്രനിൽ ആദ്യമായി ഒരു പേടകം വിജയകരമായി വിക്ഷേപിച്ചത് റഷ്യയാണ്. റഷ്യയുടെ ലൂണ 2 ആണ് 1959 ചന്ദ്രനിൽ എത്തുന്ന ആദ്യ ദൗത്യം. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവർക്ക് ശേഷം നിരവധി ആളുകളാണ് ചന്ദ്രനിലേക്ക് പറന്നത്. ക്രിസ്റ്റീന കോക്കാണ് ആദ്യം ചന്ദ്രനിലെത്തുന്ന വനിത. ചന്ദ്ര ദൗത്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതാണ്. 2008 ഒക്ടോബർ 22 ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 1 നമ്മുടെ ആദ്യ ദൗത്യം. അതിലൂടെ ചന്ദ്രനിൽ ജലാംശമുണ്ടെന്ന് കണ്ടെത്തുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രയാൻ 1 മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്ന മിഷനിൽ മിനറോളജി മാപ്പർ എന്ന സെൻസർ ഉപയോഗിച്ചിട്ടാണ് ചന്ദ്രനിൽ ജലാംശമുണ്ടെന്ന് കണ്ടെത്തിയത്. ചന്ദ്രയാൻ 1 ശേഷം ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്നീ പേടകങ്ങളും ഇന്ത്യ വിക്ഷേപിച്ചു. 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 ഇന്ത്യക്ക് ഒരു അഭിമാന നേട്ടമായിരുന്നു. ചന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണത്തിലൂടെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ചന്ദ്രദൗത്യങ്ങളുടെ കണക്ക് പറയുകയാണെങ്കിൽ തീരുകയില്ല. ഇപ്പോഴും ചന്ദ്രനെയും അതിലൊളിഞ്ഞുകിടക്കുന്ന രസകരമായ രഹസ്യങ്ങളുടെ പൊരുളുകളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം. ഇനിയും പുതിയ പുതിയ നേട്ടങ്ങൾക്കായി, വിവരങ്ങൾക്കായി കാത്തിരിക്കാം. നന്ദി. है मेरी जमी अफसोस नहीं जो तेरे लिए 100 दर्द सहे, महफूज रहे तेरी आन सदा चाहे जान मेरी ये रहे ना रहे।